ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലക്കാടിൻ്റെ സ്വന്തം മസാലക്കറി. സദ്യക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നാണ് നമ്മുടെ മസാലക്കറി. ഇതിനായി 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 സവാള, 1 ബീട്രൂട്ട് എന്നിവയാണ് ഞാൻ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അടച്ച് വേവിക്കാവുന്നതാണ്. ഇത് ഒരുവിധം വെന്ത് പാകുമ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഒരുവിധം പാകമാവുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി ഒന്നും കൂടെ വേവാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്കിതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കാവുന്നതാണ്. അതിനായി ആവശ്യത്തിന് കറുകപ്പട്ട, നല്ല ജീരകം, കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക്, വെളുത്തുള്ളി, അതിലേക്ക് 1 മൂടി തേങ്ങ ചിരവേത് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. തേങ്ങ വറുത്തരച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിവിടെ വറുത്തരയ്ക്കുന്നില്ല. ഈ അരപ്പ് വെന്ത് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചീനിച്ചട്ടി അടുപ്പ് വെച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്കിത് തണിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളെല്ലാം ഉണ്ടായതാക്കിയൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.